ഇന്നുണ്ടല്ലോ, ഇന്ന് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്കാണ് പോണത്. പച്ചക്കറികൾ ഉണ്ടായി വരണുള്ളൂ. നമുക്ക് പാവലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പാവലൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്. പയറുമൊക്കെ പൂവൊക്കെ ഇട്ടിട്ടുള്ളൂ. എന്നാലും നമുക്ക് ഒരു കറിക്കുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടും. നമുക്ക് കുറച്ച് അമരപ്പയർ ഉണ്ടായിട്ടുണ്ട്, പിന്നെ നമ്മുടെ വയലറ്റ് ബീൻസ് ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോട്ടത്തിൽ പോയിട്ട് അതൊക്കെ പറിച്ചിട്ട് ഇന്ന് നമുക്ക് ഒരു ഊണിനുള്ള കറികളൊക്കെ നമുക്ക് റെഡിയാക്കാം. നോക്കിക്കേ, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുമ്പോൾ പൂ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങനെ വലിയ തിക്കായിട്ടുള്ള റോസാപ്പൂവല്ല, പക്ഷേ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിന് ആകെ കൂടി ഒരു 5 പെറ്റൽസ് ഉള്ളൂ. അത് നോക്കിക്കേ, ഈ കമ്പുമ്മൊക്കെ നിറച്ച് മുട്ടാട്ടോ. അത് ഇതുമ്പോൾ ഇല പോലും ഇല്ലാണ്ടാണ് മുട്ടുണ്ടായിരിക്കുന്നത്. നിറച്ചുണ്ടായി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് നിൽക്കായിരുന്നു, അവിടെ അത്രയ്ക്ക് വെയിലുണ്ടായിരുന്നില്ല. അടുത്ത വീഡിയോയിൽ ഇതുമ്പോൾ നിറച്ചും പൂ ഉണ്ടായത് കാണിക്കട്ടെ. ഈ പൂ നോക്കിക്കേ, ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ സവോള ഉണ്ടല്ലോ, സവോളയുടെ പൂവാൻ തോന്നിയിട്ടോ. പക്ഷെ ഇവിടെ ഞാൻ സവോള നട്ടതായിട്ട് ഓർക്കണില്ല. ഞാൻ അവിടെ ഫ്രണ്ടിൽ ഒരു സവോള ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുമേ ഇതേപോലത്തെ തന്നെ പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അറിയണവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നത് എൻ്റെ കട പൊന്നിച്ച് നോക്കി അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ കട ഞാനിപ്പോൾ പൊന്തിക്കുന്നില്ല. ശരിക്കും ഒരു റബ്ബർ പോലെ ഇരിക്കുന്നത്. നമ്മുടെ നടുവിലത്തെ നമ്മുടെ സീനിയത്തോട്ട് ഇതുമേ ഉണ്ടല്ലോ, നല്ല ഭയങ്കര തിക്കായിട്ടുള്ള ഒരു പൂവ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ എത്ര ലെയർ ഉണ്ടെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എണ്ണിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വിത്തനെ ഈ വർഷം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ ഇത്രയ്ക്ക് തിക്കായിട്ടുള്ള സീനിയ കണ്ടിട്ടില്ല കേട്ടോ. ഒരുപാട് ലെയർ ഉണ്ട്, ഒരുപാട് ലെയർ. 1 2 3 4 5 6 എനിക്കാണ് ഒരു 10 15 16 ലെയർ ഉണ്ടെന്ന് തോന്നാം. ഇതിൻ്റെ വിത്ത് എന്തായിരുന്നാലും ഇരിച്ചു വയ്ക്കാം. അതിന് വേറെ പൂക്കളുകൾ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ അത് വിരിഞ്ഞ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് എന്തായാലും തിക്നെസ് ഉണ്ടെന്ന് അറിയില്ല. നല്ല ഭംഗിയാട്ടോ ഇപ്പം. കാരണം സീനിയമ്മ എല്ലാത്തിന്മേ നന്നായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി തുടങ്ങിയിട്ടാണ്. നിറച്ച് ഇവിടെ ഞങ്ങളുടെ തേവറിയുണ്ട് കേട്ടോ. നല്ല ഭംഗി. അതും പല കളറ് സീനിയകൾ. പറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതേപോലത്തെ ഒരു 4 ഉണ്ടായുള്ളൂ. പിന്നെ ചെറുതവിടെ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ ഞാനത് ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും നമുക്കത് പറിക്കാറാവും. പിന്നെ നമ്മൾ അവിടെ പച്ചക്കറി തോട്ടത്തിൽ പോയിട്ട് പറിച്ചെടുത്തത് ഇതാണ് നമ്മുടെ ബീൻസ്. ഇത് വയലറ്റ് കളറാണ്. ഇതാണ് വയലറ്റ് ബീൻസ്.
അതും ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ. പിന്നെ നമുക്ക് കൊത്താമരപ്പയർ കിട്ടി, അതും കുറച്ചുണ്ടായുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് പയറിന്റെ ഇലയും പറിച്ചു. അത് ഇതെല്ലാം കൂട്ടിയിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാനൊരു തോരനുണ്ടാക്കാന്ന് വിചാരിച്ചു. ഇന്നും വൈകിട്ട് ഇവിടെ മഴ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല ചൂടാട്ടാ. ഞാൻ നേരത്തെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചില സമയത്ത് വെയിൽ വരും, ചില സമയത്ത് ഇങ്ങനെ ക്ലൗഡി ആയിട്ട് വരും. വെയിൽ വരുമ്പോൾ നല്ല ചൂടാട്ടെ. നമ്മുടെ കിളികളുണ്ടല്ലോ അവിടെ തീറ്റ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇറങ്ങി വരുന്ന വഴിക്ക് നമ്മുടെ ആ പുതിയ വീടിൻ്റെ അവിടെ ഒരു മഞ്ഞപ്പൂണ്ടായി എന്ന് പറഞ്ഞിട്ട് അവിടെയായിട്ട് ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ കിളീനെ. മഞ്ഞക്കിളി നല്ല രസമുണ്ട്. ഇത്രയ്ക്കുണ്ടോ കുഞ്ഞിത്, അത്യാവശ്യം വലുപ്പുണ്ടാകുന്ന, ഒരുപാട് വലുതല്ല. ഞാൻ ചിലപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോഴത്തേക്കൊന്നും പറഞ്ഞു പോയി. ഞാൻ നാട്ടിൽ ചിലപ്പോൾ അവിടെ ഫുഡ് കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരും. വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. പക്ഷെ എനിക്കും അധികം നേരം കാണാൻ പറ്റില്ല. പക്ഷെ നമ്മളെ കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ട് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭംഗിയായിട്ടെന്ന് അറിയാം, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊന്നും വരും തോന്നണം. ഈ വെള്ളപ്പൂവുണ്ടല്ലോ, ഈ പൂവിൻ്റെ കളറ് ചേഞ്ച് ആവൂട്ടാ. ഇതിൻ്റെ ഒന്നും കളറ് മാറി തുടങ്ങിയിട്ടില്ല, കളറ് മാറും. ഇതുമ്മ നോക്കിക്കേ, നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെള്ള കളർ അങ്ങോട്ട് മാറിയിട്ട് ഇതിങ്ങനെ ഒരു പിങ്ക് പൂവായിട്ട്, ഫുള്ള് പിങ്ക് ആയിട്ടല്ല, വെള്ളയുടെ ചെറിയ ഷെയ്ഡ് ഉണ്ടാവും, അങ്ങനെയായിട്ട് മാറും. ഇവിടെയൊക്കെ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കളർ മാറും. വെള്ളയായിട്ട് നിൽക്കുമ്പോൾ അവിടെ ചിലതിന് ചെറുതായിട്ട് ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. വെള്ളയായിട്ട് നിൽക്കുമ്പോൾ ഒരു നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനൊരു കളർ മാറ്റം അങ്ങനെ വരും. ഇതിങ്ങനെ പല കളറുകളിൽ വരുന്നതുണ്ട്. ചിലത് ഇങ്ങനെ കളർ അങ്ങനെ മാറാണ്ട് നിൽക്കും. ഇത് പക്ഷെ നല്ല രസമുണ്ട്. ഇതിൻ്റെ കളർ മാറുമ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും നിറച്ചും ചേഞ്ച് ചെയ്യാം. ഇത് നമ്മുടെ സൺഫ്ലവർ. ഇത് കുഞ്ഞിതായി പോയി എന്ന് പറഞ്ഞാൽ ഇതാട്ടെ നമ്മുടെ പച്ചക്കറിത്തോട്ടം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നമ്മൾ മുകളിലേക്ക് നമ്മളിങ്ങനെ പന്തൽ പോലെ കെട്ടിയിട്ട് നിറച്ചും മുള കൊടുത്തേക്ക്. അതിൻ്റെ ഉള്ളിൽ ക്യാമറ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പാടാം. ഫോണിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ക്യാമറയിൽ എടുത്തേക്കില്ല. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. ഇവിടെ നമുക്ക് വയലറ്റ് ബീൻസ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞിട്ട് 30 വർഷം നമുക്ക് വയലറ്റ് ബീൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിട്ടില്ല. പക്ഷെ വയലറ്റ് ബീൻസ് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അതാണ് ഇപ്പോൾ നമുക്കിവിടെ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ ഭയങ്കര കുഞ്ഞിതാണ്. എനിക്ക് ഇതുണ്ടല്ലോ കുറച്ചിങ്ങനെ വലുതായിട്ട് പറിക്കുന്നത് ഇഷ്ടം. കാരണം അപ്പം അതിൻ്റെ ഉള്ളിൽ പയറുണ്ടാവും. ആ മണി കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കും. അപ്പോൾ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് വലുതായിട്ട് നമുക്ക് പറിച്ചെടുക്കാം. 5-6 കടയുണ്ട് ഇത്. അത് നല്ല ഭംഗിയാണ്. എനിക്ക് നാട്ടിലൊക്കെ ഉണ്ടാവുമായിരിക്കും ഈ വയലറ്റ് ബീൻസ്. മറ്റേ ബീൻസിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ബീൻസ്. പക്ഷേ നമ്മൾ കറി വയ്ക്കുമ്പോൾ ഇതിൻ്റെ കളറ് മാറും കേട്ടോ. വയലറ്റായിട്ട് തന്നെ ഇരിക്കില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാനത് പറിച്ചിട്ട് ഞാൻ വരാം. പിന്നെ അവിടെ പാവലൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ നമുക്ക് അമരപ്പയർ, അത് നമുക്ക് കുറച്ചുണ്ടായിട്ടുള്ളൂ. പിന്നെ പൂവിട്ടിട്ടുണ്ട്, ഉണ്ടായി വരുന്നുള്ളൂ. എന്തായാലും ഉണ്ടായതൊക്കെ പറിച്ചിട്ട് എടുക്കാം. പയറൊക്കെ നന്നായിട്ട് പടർന്ന് കയറുന്നുണ്ട്, പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കാണിച്ചപ്പോഴുണ്ടല്ലോ ഇതിൻ്റെ പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നോക്കിയാൽ പൂ വിരിഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു ഭംഗിയാണെന്നറിയാം. ഇതിൻ്റെ വേറെ ഒരു കളറുണ്ട്. നമുക്ക് ഇതിന് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഒരു റെഡ് കളറുണ്ട്. പിന്നെ നമ്മുടെ പുതിയ വീടിൻ്റെ അവിടെ നമ്മൾ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അതുമേ നമുക്ക് എല്ലാ വർഷവും പൂ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ വർഷം അതിൻ്റെ മുകളിലേക്ക് പോയേക്കണ കൊമ്പ് ഉണങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. പക്ഷെ അത് പോയിട്ടില്ല. അടിയിൽ നിന്ന് നന്നായിട്ട് അതിൻ്റെ കിളിർപ്പ് വരുന്നുണ്ട്. പിന്നെ 2-3 ചെറുത് നമുക്കുണ്ട്, പക്ഷെ അത് പൂ ഉണ്ടായിട്ടില്ല. ഇത് നല്ല രസമാട്ടോ ഇതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത വീഡിയോയിലേക്ക് ഇത് വരുമ്പോഴേക്ക് ഇത് വിരിയും എന്നുള്ളത്. നല്ല അതെങ്കിലും മുകളിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. വലിയ മരം അത്. ഇത് നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. നാട്ടിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഇതിൻ്റെ പേരാണ് മെർട്ടയിൽ. ഇത് ഭയങ്കര വലിയൊരു മരമാണ്.
ഇതേ അവിടെ ഒരു മഞ്ഞക്കിളി ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ആണാന്ന് തോന്നുന്നു കേട്ടോ. പെണ്ണിനാന്ന് തോന്നുന്നു. അല്ല ഇത് പെണ്ണാന്ന് തോന്നണോ, ആണിനാന്ന് തോന്നുന്നു. നല്ല കളറുണ്ടായിരുന്നത് അവിടെ ഇരിക്കണം. നല്ല മഴ വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മുടെ നടുവിലെ ഡാലിയത്തോട്ടം. ഇവിടെ ഉണ്ടല്ലോ ചില ഇത് നോക്കിക്കേ, ഇത് നമ്മുടെ ഡാലിയായിട്ട് എന്ത് രസമാണ്. അതിൻ്റെ കുറച്ച് പൂക്കളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കണ്ടേ. ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര തിക്കായിട്ടുള്ള പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അത് നോക്കിക്കേ, ഇത് ഭയങ്കര തിക്കായിട്ട്. ഇത് എത്ര ലെയർ ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ എണ്ണി നോക്കണം. അത്രയ്ക്ക് അധികം ലെയർ, ഒരുപാട് ലെയറുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ചെറുതാട്ടോ. എന്തോരം പൂക്കളുണ്ടായിരിക്കണേ, കാണാൻ തന്നെ നല്ല ഭംഗി. പല കളറുകളാകുമ്പോഴേ ഇപ്പം എല്ലാ തോട്ടത്തിലും ഈ വർഷം നമുക്ക് സീനിയായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വേറെ ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാം. ഇതൊക്കെ റെഡ്. പിന്നെ അത് ആ സൈഡിൽ ഇത് അവിടെ നിൽക്കണ നോക്കിക്കോ, ഒരു നോക്കിക്കോ, അതും ഭയങ്കര വലിയ പൂവാട്ടോ. എത്ര ലെയറെന്നറിയോ. അത് ശരിക്കും സ്വിം ചെയ്യുമ്പോഴുണ്ടല്ലോ എനിക്ക് വേണം അതിൻ്റെ ക്ലാരിറ്റി പോകുന്നുണ്ടെന്നാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് എല്ലാ പൂക്കളും കാണാൻ വേണ്ടിയിട്ട്. ഇത് നോക്കിക്കേ, ഇതിപ്പോൾ വിരിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. അത് നോക്കിക്കേ, ഇത് നോക്കിക്കേ, ഇതൊരു ഓറഞ്ച് കളർ കേട്ടോ. ഇതാ പിന്നെ ഇത് നോക്കിക്കേ, ഇത് വേറെ റെഡ് കളർ. അയ്യോ എന്നാ ഭംഗിയെന്നറിയാം. ഈ സൈഡിൽ എനിക്ക് ഇഷ്ടമുള്ള, ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാ ഈ കളറ് സാധാരണ അങ്ങനെ കാണാത്തൊരു കളറ്. ക്യാമറയിൽ ശരിക്കും എൻ്റെ കളറ് കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂട. എൻ്റെ മുമ്പ് ഇതേ അവിടെ നിൽക്കണം വേറെ. ഇതൊക്കെ ആദ്യം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ വിത്താവാറായിട്ടുണ്ട്. ഇത് ഇത്രയ്ക്ക് കട്ടിയുണ്ട് ഇതിന്. ഇതിൻ്റെ കട്ടിയുണ്ട ഒരു രക്ഷയില്ല. ഇതൊക്കെ ഇത് വിത്തായി ഇപ്പം വാടി തുടങ്ങിയിട്ടുണ്ട് കണ്ട, വിത്താവും. പിന്നെ ഇത് ഇവിടെ നമ്മുടെ വെള്ളപ്പൂ ഉണ്ടാകുന്നത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്കും ഉണ്ട്. പിന്നെ ഈ സൈഡിലേക്കും ഉണ്ട് നമ്മുടെ സീനിക. അവിടെ നമ്മുടെ ഇത് വന്നിട്ട് അടയുമെന്ന് പറഞ്ഞില്ലേ നമ്മുടെ. നല്ല കാറ്റ് വീശുന്നുണ്ട്. മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നല്ല മഴ വരും.
നമ്മുടെ ചെമ്പരത്തി വന്നിട്ട് അവിടെ ഒരു പകുതി വെച്ചിട്ട് അവിടെ നമ്മളവിടെ നോക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് അത് കട്ടാവും. ചെമ്പരത്തി അവിടെ എന്നിട്ട് നിൽക്കുക. അതായത് നമ്മുടെ വാഴയേട്ടാ, നമുക്ക് വേറെ വലിയ വാഴ ഈ വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കണ്ട കേട്ടോ. പക്ഷേ അത് മറിഞ്ഞു പോയിന്നേ. ഈ വീട് അപ്പുറത്ത് നിൽക്കാമല്ലോ. പിന്നെ അവിടെ നമുക്ക് പീച്ച് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ സൈഡിലായിപ്പോയി അത്. പിന്നെ ഞാനിവിടെ ചേമ്പ് നട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചേമ്പും താളം എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് നട്ടേക്കുന്നത് കേട്ടോ. ചേമ്പൊന്നും ഉണ്ടായി കിട്ടില്ല. ഇവിടെയും ഞാൻ വെച്ചിട്ടുണ്ട് ചേമ്പ്. ഇതാട്ടാ ഞാനാ പറഞ്ഞ നമ്മുടെ മഞ്ഞപ്പൂവുണ്ട്. ഇതാട്ടാ ഞാനാ പറഞ്ഞ മഞ്ഞപ്പൂവ് കേട്ടാ. അമ്മയ്ക്കുണ്ടായി വരുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് പൂ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് കുറേ തക്കാളികളൊക്കെ നമുക്കുണ്ട് കേട്ടോ. ഈ വർഷം നമുക്ക് കുറേ തക്കാളി ഉണ്ട്. നമ്മുടെ കറുത്ത തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനത് പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. ഞാൻ ഫ്രണ്ടിലാണ് അത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മഞ്ഞപ്പൂവ്. എന്തോരം പൂവ് അതുമ്മ ഉണ്ടാവാന്നറിയോ. ഞാനാ പറഞ്ഞ കിളിയായിട്ടായിരിക്കണത്. അവരുണ്ടല്ലോ തേന കുടിക്കണേ പൂവിൻ്റെ ഉള്ളിൽ നിന്ന്. കണ്ടായിരിക്കണേണ്ട. ഓ, അതിൻ്റെ അപ്പുറത്തും ഇരിക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞു നല്ല തേങ്ങൊടിയാ. അപ്പുറത്ത് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. പ്രത്യേക ഒരു ഭംഗി അവരെ കാണാൻ വേണ്ടിയിട്ട്.